ഹായ് ഹലോ സൺഡേ ആയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് എന്താ സ്പെഷ്യൽ? ഇന്ന് സമയം 1:45 ആയി. എൻ്റെ കൂട്ടുകാരെ ഊണ് കഴിച്ചോ? ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ രാവിലെ ചോറ് മാത്രം വെച്ചിട്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി പിന്നെ സ്പെഷ്യലാണിന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛയ്ക്ക് ഭയങ്കര ഒരു പൂതി, ഉച്ചയ്ക്ക് പൊറോട്ട കഴിക്കണമെന്ന് കേട്ടോ. അപ്പോൾ അച്ഛയ്ക്ക് ഉണ്ടാക്കാനുള്ള നേരമില്ലായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് അച്ഛൻ പോയി കടയിൽ പോയിട്ട് ഇപ്പം പൊറോട്ട മേടിച്ചോണ്ട് വന്നു. അപ്പോൾ പൊറോട്ടയ്ക്ക് എന്തായിരിക്കും കറി? അതിന് സംഭവമായിട്ടൊരു കോമ്പിനേഷൻ കറി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരെണ്ണം മതി ഇപ്പം എന്നാ. അപ്പം അതിന് സംഭവമായിട്ടുള്ള കറി ഉള്ളത് കൊണ്ടാണ് ഞാൻ അച്ഛയ്ക്ക് പൊറോട്ട കഴിക്കണമെന്നുള്ള ഇത് വന്നിട്ട് പോയി മേടിച്ചോണ്ട് വന്നത് കേട്ടോ. അപ്പോൾ കറി വേറൊന്നുമല്ല, നമുക്കിന്ന് ബീഫ് കറിയാണ്. നമ്മൾ മലയാളികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ ഡയലോഗ് കേട്ടിട്ട് എനിക്ക് മതി. ഡയലോഗ് കേട്ടിട്ട് എൻ്റെ കൊച്ചുങ്ങളിരുന്ന് ചിരിക്കുന്ന കേട്ടോ. പിന്നെ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇല്ല പറഞ്ഞതുപോലെ ഞായറാഴ്ച ആകുമ്പം ഏത് കറി എന്ന് പറഞ്ഞാലും ബീഫ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലല്ലേ. അപ്പോൾ അങ്ങനെ ഇന്ന് പൊറോട്ടയും ബീഫ് കറിയുണ്ട്. എൻ്റെ കൂടെ പിന്നെ ചോറ് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പൊറോട്ട കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ ചോറൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഒന്ന് മതിയെന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞായറാഴ്ച ആയിട്ട് എന്താ സ്പെഷ്യൽ? എന്താ കഴിച്ചേ? ഊണ് കഴിച്ചോ എല്ലാവരും? നിങ്ങളെന്ത് പറയുന്നത് ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യും. എന്നെ കളിയാക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതിൻ്റെ കൂടെ ചോറുണ്ട് കേട്ടോ. നല്ല ചുമന്നരി ചോറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെന്താ, ഞാൻ ഇച്ചിരി കുക്കുംബറും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു പൊറോട്ട മോര് കറിയാണ്. അപ്പം അപ്പം മോര് കറി കഴിച്ചാൽ മതി. പിന്നെ ഞാൻ ആ കറി എന്തിനെടുത്ത് അങ്ങനെ. അപ്പം എൻ്റെ കൂട്ടുകാർ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടല്ലോ. പൊറോട്ട ഉണ്ട്. എവിടുന്ന് അപ്പം ഇത് മേടിച്ചേ? ഇങ്ങനെ കാണിച്ച സ്ഥലപ്പേരില്ല. അല്ല, എല്ലാ പ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടിരുന്ന പൊറോട്ട ആണെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എവിടുന്ന, നമ്മളിലെ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എവിടുന്നാണ് മേടിച്ചതെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ലഞ്ചിന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ലഞ്ച് കഴിക്കട്ടെ. എൻ്റെ ലഞ്ചിന് സ്പെഷ്യൽ ഇതേ ഉള്ളൂ. വേറെ കറി തോരനും ഒന്നും വെച്ചില്ല കേട്ടോ. മോരുകറി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. എൻ്റെ ഉച്ചക്കലത്തെ ഊണിന് എൻ്റെ കൂടെ ആരൊക്കെ ഇരുന്ന് ഊണ് കഴിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് കാണണ്ടേ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കെട്ടിയോനും എൻ്റെ ഇളയ മകനുണ്ട്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മോനെ കേട്ടോ. അപ്പോൾ എൻ്റെ മൂത്ത മകൻ ഇന്ന് അർജൻറ്റ് ഓഫീസിൽ വർക്ക് ഉണ്ടായതുകൊണ്ട് അവനിന്ന് ഓഫീസിൽ പോയി. അവന് പാവം ഇന്ന് ലീവില്ല. എൻ്റെ അച്ഛൻ ഞാനിപ്പോൾ വീഡിയോ ഓഫ് ചെയ്യുന്ന വിചാരിച്ച് ഇത്രയും നേരം കഴിക്കാതിരുന്നിട്ട് എന്നിട്ട് ഇപ്പോഴാണ് കഴിച്ച്. എന്നിട്ട് ലാസ്റ്റ് എന്തായാലും വീഡിയോ പിടിച്ചു. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഊണ് കഴിച്ച് കാണും ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ. ടേക്ക് കെയർ, ബൈ, സീ യു.